ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആദിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വ്ളോഗാണ് കേട്ടോ. എണീറ്റ് വാ വേണ്ടേ, ഉറങ്ങുവാന്നോ? എന്നാ ഉറങ്ങിക്കോ. ബാ ശൂശു കഴിക്കാൻ ബാ. ഡൈനോസറാ ചെല്ലേ ചെല്ലങ്ങോട്ട്. ഇവിടെ വേറെ സമയമില്ല. ഇതെന്തുവാ പറ. ഇന്നലെ കളിച്ചേ ബർത്ത്ഡേ കേക്ക്. ഇന്നെന്താ സ്പെഷ്യാലിറ്റി? ബർത്ത്ഡേ കേക്കാണോ? ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? അയ്യോ, എനിക്ക് വയ്യ. കേക്ക് കട്ട് ചെയ്യുവോ? ആര് കട്ട് ചെയ്യും? അയ്യോ, ആരൊക്കെ വരും? പെണ്ണോ? ഏത് പെണ്ണ്? സാരിയൊക്കെ നിന്റെ കല്യാണമല്ല ഇന്ന്, ബർത്ത്ഡേ. സാരിയൊക്കെ കൊടുത്ത് ആദ്യ കൂട്ടോ. ഓപ്പൺ ഇറ്റ്. എന്തുവാ അത്? ഷോമി കാണിച്ചു. എന്താ ഇത്? ഇതാരാ? മെയ്ഡർ. കാണിച്ചേ. വാവ്. പോലീസ്കാരന് പേരുണ്ടോ? ഡൈകാസ്റ്റ് കാർസ്. അടിപൊളി സാധനം കേട്ടോ ഇത്. സൂപ്പർ സാധനം. ഡൈകാസ്റ്റും ആണ്, ചീത്തയാവത്തില്ല കേട്ടോ. അടിപൊളി സാധനം. ഹാപ്പി. മക്കളില്ലേ കാർട്ടൂൺ കാണുന്നേ? മോൻ പറഞ്ഞോളാം, അറിവൊക്കെ ഉള്ളു അമ്മയ്ക്ക്. നെക്സ്റ്റ് കാർ. വാവ്, നൈസ് കാർസ്. അടിപൊളി കേട്ടോ ആദ്യക്കൂട്ട. എല്ലാ ഐറ്റംസും ആമസോണിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. ഇതൊക്കെ ഏകദേശം 1-2 ദിവസം മുമ്പേ കിട്ടിയ കേട്ടോ. പുള്ളിയെ കാണിക്കാതെ വെച്ചിരുന്ന കേട്ടോ. ഓരോ ബോക്സ് ആമസോണിൽ നിന്ന് വരുമ്പോഴും പറയും എൻ്റെ ബർത്ത്ഡേ എന്ന് പറയും. അപ്പം ഞാൻ പറയും ഇത് അമ്മയ്ക്ക് വന്നതാ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് വന്നതാ. അപ്പോൾ പറയും കാണിച്ചേ എന്നൊക്കെ പറയും. പിന്നെ ഞാൻ അറ്റവും മുകളിലായി കാണിച്ചു കൊടുത്തിട്ട് അമ്മൂമ്മയുടെ സാധനമാണ്, അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എല്ലാം അന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് കാണുന്നതും കാണിക്കുന്നതും എല്ലാം. ഇത് ഡൈകാസ്റ്റ് മോഡലാട്ടോ. അതാകുമ്പോൾ പിന്നെ ആദ്യം കളിക്കാൻ യൂസ് ചെയ്യും. ഇത് ആക്ച്വലി ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന ആ ടേബിളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കേട്ടോ. കാർസിൻ്റെ തീം കേട്ടോ. അത് ഭയങ്കര സന്തോഷമായി. അതിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യം. ഇങ്ങനെ കൊണ്ട് കൊടുക്കച്ചാ മുട്ടായി കൊടുത്ത മുട്ടായി കൊടുത്ത. ആ കഴിഞ്ഞു. അൺബോക്സിങ് ആയിരുന്നു. താങ്ക് യു അപ്പൂപ്പ. ഇഷ്ടപ്പെട്ടോ? ഓ എനിക്ക് വയ്യ. ഇനി എന്തോ വേണോ ആദ്യക്കുട്ട?
ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണമല്ലോ മോനെ. ഇതാട്ടോ അടിപൊളി. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും എന്താ ഈ ഒരു സൈഡിലാട്ടോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത്. കാരണം അതാകുമ്പോൾ ഒരു സൈഡാണ്, ഒഴിഞ്ഞ ഒരു കോണാണ്, നമുക്ക് അവിടെ സേഫായിട്ട് വെക്കാം കേട്ടോ. ബാക്കി എല്ലായിടത്തും നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ട് ഇതാവുമ്പം അവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇരുന്നോളൂ കേട്ടോ. ഈ പ്രാവശ്യം ഇത്രയൊന്നും നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചതാണ്. ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യാം അന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യമാണെങ്കിൽ ഇപ്പം ഒന്ന് അറിഞ്ഞു തുടങ്ങിയല്ലോ, 4 വയസ്സായില്ലേ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നു, അവിടെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പറയും ഇന്ന ആളുടെ ബർത്ത്ഡേ ആയിരുന്നു അമ്മ, ദേവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കും വേണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ കുറച്ച് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും നാളും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷത്തിനുമാണല്ലോ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം അവൻ അറിഞ്ഞു തുടങ്ങുമ്പം ഇനിയാണത് വേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചെന്നാൽ ഓക്കെ അവന് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അവന് ഇഷ്ടമായിട്ട് നിൽക്കുന്ന കാർഡ്സിൻ്റെ തീമിൽ തന്നെ നമ്മൾ ചെയ്ത് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. നമ്മളങ്ങനെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തതും. നമുക്ക് പെട്ടെന്ന് പിന്നെ ഇവിടെ ഡെലിവറി ഇപ്പോൾ സ്പീഡായതുകൊണ്ട് ആമസോണിൽ നിന്ന് പെട്ടെന്ന് സാധനങ്ങളും കിട്ടി കേട്ടോ. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടിയേ ഇരുന്നതല്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു, ബാക്കി സാധനങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്രാവശ്യം എല്ലാം ചെയ്തത് കേട്ടോ. കാരണം നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് നോർമൽ ഒരു കേക്ക് കട്ട് ചെയ്ത് അവൻ്റെ സന്തോഷത്തിന് അങ്ങനെയെന്ന് വിചാരിച്ചത്. പിന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ കാണുന്ന ഇതിനകത്തിലെ കുട്ടികളൊക്കെ ചെയ്യുന്നത് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം ഇങ്ങനെ ഒരു സെലിബ്രേഷനിൽ എത്തി കേട്ടോ. ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ വന്നു തുടങ്ങി. ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണേലും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആണേലും എല്ലാവരുമൊക്കെ വന്നു. ഇപ്രാവശ്യം പിള്ളേർ സെറ്റിൽ ഗോക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോൻ കേട്ടോ. അപ്പം അവനെ ഗോക്കു ചിറ്റപ്പനാണ് ആദ്യയുടെ, ഗോക്കു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗോക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിലും എൻ്റെ അനിയത്തിമാരും ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ടും പലയിടത്തായിട്ടൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആകെ പിള്ളേർ സെറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആകെ ഗോക്കു ചിറ്റപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാവരും നല്ല വൈബായതുകൊണ്ട് തന്നെ പിള്ളേരില്ലാത്തതിൻ്റെ ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് വേറെ കാര്യം. എല്ലാവരും നല്ല ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഫുഡ് എല്ലാ വർഷത്തെ പോലെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും സാലഡും അച്ചാറ് പപ്പടം പിന്നെ ഐസ്ക്രീം ഇത്രയായിരുന്നു കേട്ടോ. കാരണം ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇതാവുമ്പം നമ്മൾ ഓണം, ഉത്രട്ടാതി വള്ളംകളി, ഉത്രട്ടാതി ഒരു ഓണം വൈബിൽ സദ്യയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു മുഷിപ്പ് തോന്നും പൊതുവെ സദ്യയോട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് മുഷിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സദ്യ മാറ്റി ഈ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ പിടിച്ചത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ സ്വന്തം ബർത്ത്ഡേ കേക്ക് ഈ വർഷത്തെ. ഇത് നമ്മുടെ മാവേലിക്കരയുള്ള ഗസ്റ്റോ ഹോം മെയ്ഡ് കേക്ക്സിലെ ആൻറ്റിയാണ് എല്ലാ വർഷത്തെ പോലെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തന്നത്. എനിക്ക് കാണാൻ ഭംഗിയേക്കാളും കൂടുതൽ എപ്പോഴും ഞാൻ ടേസ്റ്റാണ് നോക്കുന്നത് കേക്കിൻ്റെ. നമുക്ക് എവിടെ ചെന്നാലും കേക്ക് കിട്ടും, പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ ഭംഗിയിൽ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെനിക്ക് നല്ല ഭംഗിയായിട്ട് ആൻറ്റി എല്ലാ വർഷത്തെ പോലെയും ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ.
പഞ്ചവർണ്ണ കുളിരേ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ? മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും. ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ. ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരേ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ? മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും. ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ. ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. ആര് വാങ്ങി തന്നെയാ? അപ്പ വാങ്ങി തന്നെയാണ്. താങ്ക് യു പറഞ്ഞോ? താങ്ക് യു അപ്പ എന്ന് പറ. ആദ്യകുട്ടിൻ്റെ ഷേളിയമ്മയും ചിറ്റമ്മയും, അതായത് എൻ്റെ കുഞ്ഞമ്മമാരാണ്. അവർ ലേറ്റായിട്ടാണ് കേട്ടോ വന്ന് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നോക്കുകയാണ് എന്തൊക്കെയാണെന്ന്. പുള്ളിക്ക് എല്ലാ ഗിഫ്റ്റ് കിട്ടിയപ്പോഴും അപ്പോൾ പൊട്ടിച്ച് നോക്കണമായിരുന്നു കേട്ടോ. അതിനി എന്താണെങ്കിലും പൊട്ടിച്ച് നോക്കണമായിരുന്നു. ഓൾറെഡി കിട്ടിയ എല്ലാ ഗിഫ്റ്റ്സും നോക്കി. ഇതിപ്പോൾ ഇവർ ലേറ്റായിട്ട് വന്നുകൊണ്ടാണ് ഇവരുടെ ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതാണ്. ചിറ്റയുടെ ഇപ്പോൾ കൊടുത്ത ചിറ്റയുടെ മക്കളാണ് അമ്മുവും പൊന്നും. ഞാൻ എപ്പോഴും പറയുന്ന അനിയത്തിമാർ. അവരൊരാൾക്ക് ജോലിയായി, ഒരാൾ പഠിക്കുക, രണ്ടുപേരും ബാംഗ്ലൂർക്ക് പോയി. അപ്പം അവിടുന്ന് അവന് വാങ്ങിച്ച് കൊടുത്ത് വിട്ടിയാണ് കേട്ടോ. അവർക്കത് വെച്ച് കഴിഞ്ഞാൽ അവനെ വലിയ ഇഷ്ടമാണ്. ഇവനും വലിയ കാര്യമാണ് അവർ രണ്ടുപേരും. അതുപോലെ തന്നെ പിന്നെ പാറുച്ചിറ്റ കേട്ടോ. അവർ പാറുച്ചിറ്റയും ജിഷ്ണു ചിറ്റപ്പനും ഇവന്
ഇഷ്ടമുള്ള 2 പേരാണ്. അവർക്കും വരാൻ പറ്റിയില്ല. കാരണം ഈ ദിവസമായിരുന്നു കേട്ടോ, വർക്കിംഗ് ഡേ അല്ലേ, വർക്കിംഗ് ഡേ ആണ്, പിന്നെ മന്ത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം എല്ലാവർക്കും ജോലിയിലൊക്കെ ആണെങ്കിലും ദിവസം ആയതുകൊണ്ട് ലീവ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്കിംഗ് ഡേയിലായതുകൊണ്ട് അങ്ങനെ ഒരു പണി കിട്ടി. അതുകൊണ്ടാണ് നാട്ടിലുള്ളവർക്ക് പോലും വരാൻ പറ്റാഞ്ഞ കേട്ടോ. പറഞ്ഞാൽ മതി, എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ഇല്ല കഴിഞ്ഞു. ഞാൻ ആദ്യക്കുട്ട വിളിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. കുഞ്ഞ് താങ്ക് യു പറയടാ. മാമാട്ടി എന്തിയെ? മീനുട്ടി സ്കൂളിൽ പോയോന്ന് ചോദിച്ചേ. ലുക്ക് ബൈക്ക്, ലുക്ക് ബൈക്ക്. എന്തുവാ രസമാണ്. കാണിച്ചേ അമ്മൂമ്മനെ കൂടെ അമ്മൂമ്മ വെച്ചോ.
ആ പൊക്കോ, ഇനിയും പൊക്കോ. ടാറ്റാ. ടാറ്റ. ശരി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, വൈകിട്ടൊക്കെ ആയി, റെസ്റ്റൊക്കെ എടുത്തു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയി. വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മയുടെ കൂട്ടുകാരി ആൻറ്റി വന്നു. ആൻറ്റി അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ആൻറ്റി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ്റെ കൂട്ടുകാരൻ വന്നു. ചേട്ടൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല, ആ ചേട്ടൻ നമ്മുടെ റിലേറ്റീവോടാണ് കേട്ടോ. നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലെയാണ്. മോളും ഒക്കെ ആയിട്ട് വന്നു. പക്ഷേ ആദ്യക്കൂട്ടം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവരെ ആരും ആദ്യക്കൂട്ടം കണ്ടില്ല. അങ്ങനത്തെ നല്ല ഭംഗിയായിട്ട് ആദ്യക്കൂട്ടം ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. ആദ്യക്കൂട്ടം ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ബായ്.